ഹായ് ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോൺ 16 വേഴ്സസ് സാംസങ് S25. ഐഫോൺ 16ഉം സാംസങ് S25ഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളിന്ന് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വൈകാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസൈനിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഐഫോൺ 16ൽ ബ്ലാക്ക്, പിങ്ക്, TL, അൾട്രാമെറൈൻ, വൈറ്റ് എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഈ ഫോണിൽ പുതിയതായി ക്യാമറ കൺട്രോൾ ബട്ടൺ വന്നിട്ടുണ്ട്. ഇതിൽ ആക്ഷൻ ബട്ടണും വരുന്നുണ്ട്. ഇതിൽ ആപ്പിളിൻ്റെ AI വരുന്നുണ്ട്, ആപ്പിൾ ഇൻ്റലിജൻസ്. അതുകൊണ്ട് നമുക്ക് AI പരിപാടികളൊക്കെ സാംസങ്ങിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി സാംസങ് S25ൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ IC ബ്ലൂ, മിൻറ്റ്, നേവി, സിൽവർ ഷാഡോ എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇതിലും AI വരുന്നുണ്ട്. നൗ ബ്രീഫ് പോലുള്ള സംവിധാനങ്ങളൊക്കെ S25ൽ ഈ പുതിയ മോഡലിൽ വരുന്നുണ്ട്. ഇനി നമ്മൾ ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഐഫോൺ 16ൽ 6.1 ഇഞ്ച് വരുന്ന സൂപ്പർ റെറ്റിന HDR ഡിസ്പ്ലേ ആണ് വരുന്നത്. 2000 പീക്ക് ബ്രൈറ്റ്നസ്സും ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കോമ്പാക്റ്റ് ഫോണാണ്. നല്ല ബ്രൈറ്റ്നസ്സൊക്കെ വരുന്ന ഒരു നല്ല ഡിസ്പ്ലേയും ഇതിൽ വരുന്നുണ്ട്. ഇനി സാംസങ് S25ൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ 6.2 ഇഞ്ച് വരുന്ന ഡൈനാമിക് അമോലെഡ് 2H ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതും അത്യാവശ്യം കോമ്പാക്റ്റ് ഫോണാണ്. ഇതിലും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെയാണ് സാംസങ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ബാറ്ററിയുടെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഐഫോൺ 16ൽ 3561 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. സാംസങ് S25ൽ 4000 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ഇപ്പോൾ ഉള്ള പല ഫോൺസിലും 6000 mAhൻ്റെയും 5000 mAhൻ്റെയും ബാറ്ററി വരുന്നുണ്ട്. പക്ഷേ ഈ ബാറ്ററി കുഴപ്പമില്ല. എന്നാലും 6000 mAhൻ്റെ ബാറ്ററി കൊടുക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ഇപ്പോൾ ഉള്ള പല ബാറ്ററികളും കാർബൺ സിലിക്കൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് ക്യാമറയുടെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഐഫോൺ 16ൽ 48 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 12 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയാണ് നമുക്ക് ഐഫോൺ 16ൽ കിട്ടുന്നത്. ഇതിൽ 4K വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സാംസങ് S25ൽ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 10 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ക്യാമറയും വരുന്നുണ്ട്. ഇതിലും അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. ഫ്രണ്ടിൽ 12 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഈ ഫോണിൽ 8K വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐഫോൺ 16ൽ 4K വീഡിയോ ആയിരുന്നു. ഇതിൽ 8K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ OS ആൻഡ് പ്രൊസസ്സറിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഐഫോൺ 16ൽ iOS 18 ആണ് വരുന്നത്. ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ ആപ്പിൾ A18 ചിപ്പാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാംസങ് S25ൽ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 15 ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും പവർഫുള്ളായ സ്നാപ്ഡ്രാഗൺ 8 Elite 4 Galaxy എന്ന പ്രൊസസ്സറാണ് വരുന്നത്. അത്യാവശ്യം നല്ല പവർഫുള്ളായ പ്രൊസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 8 Elite. നല്ല ഗെയിം പെർഫോമൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ രണ്ട് ഫോണുകളുടെയും ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ ഐഫോൺ 16ൽ 7.8 മില്ലിമീറ്ററാണ് തിക്നെസ് വരുന്നത്. 170 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. അത്യാവശ്യം സ്ലിമ്മും ലൈറ്റ് വെയിറ്റ് ആയ ഫോണാണ് ഐഫോൺ 16. ഇനി സാംസങ് S25ൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 7.2 മില്ലിമീറ്ററാണ് തിക്നെസ് വരുന്നത്. 162 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ഇതും അത്യാവശ്യം ലൈറ്റ് വെയിറ്റും സ്ലിമ്മായ ഫോണാണ്. നമുക്ക് അവസാനം ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഐഫോണിൽ 128 GB-ക്ക് 68,999, 256 GB-ക്ക് 78,999, 512 GB-ക്ക് 98,999 വരുന്നത്. സാംസങ് S25ൽ 12 GB 156 GB-ക്ക് 80,999, 512 GB-ക്ക് 92,999 ആണ് വരുന്നത്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇനി നിങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.